നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇന്ത്യ സ്വതന്ത്രമായിട്ട് 75 വർഷങ്ങൾ കഴിഞ്ഞല്ലേ. നമ്മുടെ ടൗണിലേക്ക് ഇറങ്ങുവാണെങ്കിൽ മുക്കിലും മൂലയിലും പെട്രോൾ പമ്പുകൾ കാണാം അല്ലേ. പക്ഷേ ലക്ഷദ്വീപിൽ ആദ്യമായിട്ടൊരു പെട്രോൾ പമ്പ് വരുന്നത് ഏത് വർഷമാണെന്നറിയാമോ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ആദ്യം തന്നെ നമുക്ക് മാൽഡീവ്സ് അഥവാ മാലദ്വീപ് ടൂറിസത്തിൻ്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് തുറക്കാം. ഈ മാലദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാജ്യമാണല്ലേ. ആ രാജ്യത്തിൻ്റെ ആകപ്പാടെയുള്ള കരവലുപ്പം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ 100-1 ഉള്ളൂ. എത്ര? 100-1 മാത്രമാണ് ആ രാജ്യത്തിൻ്റെ ആകപ്പാടെ കരവലുപ്പം. 1200 മുകളിൽ വരുന്ന ദ്വീപുകൾ ചേർന്ന ഒരു രാജ്യമാണ് മാൽഡീവ്സ് എന്ന് പറയുന്നത്. ഇനി മാൽഡീവ്സ് എന്ന് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ മാൽഡീവ്സ് ടൂറിസം എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബ് വ്ളോഗുകളിലൊക്കെ കണ്ടിട്ടുള്ള ചില വിഷ്വൽ ആയിരിക്കും. മെയിനായിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ പങ്കുവച്ചിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. അതായത് വളരെ മനോഹരമായിട്ടുള്ള ബീച്ചുകൾ. ആ ബീച്ചിലെ വെള്ളം എന്ന് പറയുന്നത് പളുങ്ക് പോലെയാണ്, അതിൻ്റെ അടിത്തട്ട് വരെ കാണാൻ സാധിക്കും. ആ ബീച്ചിൽ രസകരമായിട്ട് ഉയർത്തിയിട്ടുള്ള നമ്മുടെ കൂടാരം പോലുള്ള റിസോർട്ട് സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ അല്ലേ. ശരിക്കും ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ 1200-ഓളം വരുന്ന ചെറിയ ചെറിയ ദ്വീപുകളാണ് ഈ ഒരു രാജ്യത്തുള്ളതെന്നല്ലേ. ഇത് ഒരൊറ്റ ദ്വീപാണ്. ഈ ദ്വീപ് ഓൺ ചെയ്യുന്നത് ആ ഒരു റിസോർട്ടുകാരാണ്. ആ റിസോർട്ടുകാരുടെ പ്രൈവറ്റ് ഐലൻഡാണ് ഈ ഒരു ദ്വീപ് എന്നുള്ളത്. നിങ്ങൾ ഇനി ആ ഒരു റീൽസിൽ കണ്ട ഏത് റിസോർട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോർട്ടല്ലേ. ജസ്റ്റ് booking.com-ലോ അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പിലോ പോയിട്ട് അവിടെ ഒരു ദിവസം താമസിക്കാനുള്ള റേറ്റ് നോക്കുക. 1 ലക്ഷം, 1.5 ലക്ഷം ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഇനി മറ്റ് ലോക്കൽ ഐലൻഡുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു കടൽ തീരം എടുത്തു കഴിഞ്ഞാൽ, ബീച്ചെന്നൊന്നും വിളിക്കുന്നില്ല, ബീച്ചുകളിൽ അത്യാവശ്യം നല്ലതാണ്, പക്ഷേ ആരും ചെല്ലാത്ത ഒരു മോശപ്പെട്ട കടൽ തീരം എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും വളരെ മോശമാണ് അവിടുത്തെ ബാക്കിയുള്ള ലോക്കൽ ഐലൻഡുകളിലെ ബീച്ചുകളും ഒക്കെ, ബാക്കി ദ്വീപുകളും ഒക്കെ. ഇതാണ് അവസ്ഥ. അതായത് നമ്മൾ കേരളത്തിലെ റിസോർട്ടുകൾ എടുത്തിട്ട്, റിസോർട്ട് എങ്ങനെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വളരെ മനോഹരമായിട്ട് തന്നെയായിരിക്കും. അവിടെ ചിലപ്പോൾ വാട്ടർ ബോഡീസ് ഉണ്ടാകാം, അതിനെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇത് തന്നെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എക്സ്പെൻസ് എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ്, ലക്ഷങ്ങൾ ഒരു ദിവസം നിൽക്കണമെങ്കിൽ. അതായത് നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ കൂടിയിട്ട് മാൽഡീവ്സിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബ് വ്ളോഗുകളിലൊക്കെ കണ്ടിട്ടുള്ള റിസോർട്ടുകളും ബീച്ചുകളും ഒക്കെ ആസ്വദിക്കണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം, ലക്ഷങ്ങൾ. ബാക്കിയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാളും നല്ലത് നിങ്ങൾ ഇവിടുത്തെ മറ്റേ അഴുക്ക് തോട്ടിച്ചാടുന്നതായിരിക്കും. അതാണ് മാൽഡീവ്സിലെ മറ്റ് പല ദ്വീപുകളിലെയും ബീച്ചുകളിലും റിസോർട്ടുകളിലും ലോക്കൽ റിസോർട്ടുകളിലൊക്കെയുള്ള സെറ്റപ്പ്. പക്ഷേ നമ്മുടെ രാജ്യവും നമ്മുടെ പ്രധാനമന്ത്രി, മന്ത്രിമാരും മറ്റ് ഇന്ത്യൻ സെലിബ്രിറ്റികളും ഇന്ത്യക്കാരും ഒന്നടങ്കം ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ഇപ്പോഴാണ്. അത് ട്രെൻഡിങ് ആണല്ലേ നമ്മുടെ ട്വിറ്റർ, അതായത് എക്സിലൊക്കെ. അതായത് എന്തിന് മാൽഡീവ്സിൽ പോകണം? നമുക്ക് ലക്ഷദ്വീപ് ഉണ്ടല്ലോ. എക്സ്പ്ലോർ ഇന്ത്യൻ ഐലൻഡ്, എക്സ്പ്ലോർ ലക്ഷദ്വീപ് എന്നൊക്കെയുള്ള ഹാഷ്ടാഗുകൾ ട്രെൻഡിങ് ആണ്. അതോടൊപ്പം ബോയ്ക്കോട്ട് മാൽഡീവ്സ്. എന്താണ് മാൽഡീവ്സിനും ഇന്ത്യക്കും തമ്മിലിടയിലുള്ള പ്രശ്നം? അപ്പോൾ ആ ഒരു വിഷയങ്ങളെ പറ്റി സംസാരിക്കണം. അതോടൊപ്പം നമ്മൾ അത് ചെറുതാക്കി സംസാരിക്കുക. അതോടൊപ്പം ലക്ഷദ്വീപിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമുണ്ടല്ലേ. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനാണ് ലക്ഷദ്വീപിൽ പോയത്? അവിടെ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? ലക്ഷദ്വീപിനെ രാജ്യത്തിൻ്റെ തന്നെ മുഖമുദ്രയാക്കി മാറ്റാൻ പോകുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ എന്തൊക്കെയാണ്, അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അല്ല, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യക്കും മാൽഡീവ്സിനും ഇടയിലുള്ള പ്രശ്നം എന്നൊക്കെയാണ് കേട്ടോ. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊക്കെ, അതായത് ഒരു കാട്ടിക്കയറിയിട്ട് ഒരു മരത്തിൻ്റെ ഒരു ഇല പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നൊരു കാര്യമാണോ? അല്ല, അതുപോലത്തെ, അതായത് ഒരു രോമം പറിക്കുന്ന ലാഘവം പോലും ഇല്ലാത്ത സംഭവമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നമ്മളുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോവുകയുണ്ടായി. കുറച്ച് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനും അതോടൊപ്പം വലിയ പ്രോജക്റ്റ് തറക്കല്ലിടാനും ഒക്കെ ആയിരുന്നു. അതിനെപ്പറ്റി നമുക്ക് അവസാനം പറയാം. അങ്ങനെ അദ്ദേഹം അവിടുത്തെ ബീച്ചുകളൊക്കെ സന്ദർശിച്ച ശേഷം ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയാണ്. അതായത് ലക്ഷദ്വീപിൻ്റെ ഭംഗി എന്ന് പറയുന്നത് മാസ്മരികമാണ്, അവിസ്മരണീയമാണ്. നമ്മൾ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇത് പലരും അവരുടെ ഡെസ്റ്റിനേഷനാക്കി മാറ്റേണ്ടിയിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒറ്റവാക്കിൽ പറയുവാണെങ്കിൽ ലക്ഷദ്വീപിൻ്റെ ബീച്ചുകളുടെ മനോഹാരിതയെ വർണ്ണിച്ചുകൊണ്ടും വലിയൊരു ടൂറിസം സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്, യാത്രക്കാർക്കൊക്കെ ഇതൊക്കെ ചൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം അത് ഷെയർ ചെയ്യുമ്പോഴേക്കും നമ്മൾ അനുമോദിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല അദ്ദേഹം സ്നോർക്കിളിംഗ് ചെയ്യുന്ന പിക്ചറും അടക്കം ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും അടക്കം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ പ്രധാനമന്ത്രിയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് രാജ്യാന്തര ശ്രദ്ധ പിടിച്ചു പറ്റും, മറ്റ് രാജ്യങ്ങളുടെയും അവിടുത്തെ ആൾക്കാരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റും. അങ്ങനെ ഒരുപാട് സാധ്യതകളാണ്, ടൂറിസം സാധ്യതകൾ ലക്ഷദ്വീപിലേക്ക് വരും. അപ്പോഴാണ് ചിലർക്കൊക്കെ ചൊറിച്ചിൽ. ഈ നരേന്ദ്രമോദി മാൽഡീവ്സിനെ പറ്റി ഒരു കാര്യം വേണ്ടിയിട്ടില്ല, അവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ, അതായത് കേന്ദ്രഭരണ പ്രദേശമാണല്ലേ, അതായത് കേന്ദ്രം ഡയറക്റ്റായിട്ട് ഭരിക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ടൂറിസം സാധ്യതകളെ പ്രൊമോട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയാണ് ശ്രീ നരേന്ദ്രമോദി. ഈ പോസ്റ്റ് ഷെയർ ചെയ്തപ്പോഴേക്കും ചിലർക്കൊക്കെ എന്തെന്നില്ലാത്തൊരു ചൊറിച്ചിൽ, വല്ലാത്തൊരു കടി. പക്ഷേ അതിൻ്റെ പരമായിട്ട് അവരൊന്ന് കയറി നമ്മളെ ചൊറിയാൻ ശ്രമിച്ചു. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ ഒന്നടങ്കം
ഈവൻ ഇസ്രായേൽ വരെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടു. അതായത് ഇന്ത്യക്കാരും ഇസ്രായേലും എല്ലാം കൂടെ കയറി ഒന്നടങ്കം ഇപ്പോൾ മാൽഡീവ്സ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ 100 പോലും ഇല്ലാത്ത സ്ഥലമില്ലാത്ത ആ രാജ്യത്തെ കയറി മാന്തി പൊളിക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ ചിലർക്കൊക്കെ ചൊറിച്ചിലുണ്ടായിരുന്നു, വല്ലാത്തൊരു എവിടെയൊക്കെ ആയിട്ട് ചൊറിച്ചിലുണ്ടായ ഒന്നാമത് ചൊറിച്ചിലുണ്ടായ വ്യക്തി എന്ന് പറയുന്നത് പ്രധാനികളാണ് കേട്ടോ. അവിടുത്തെ ജനങ്ങളുടെ പോസ്റ്റുകൾ നമ്മൾ ഗവനിക്കുന്നില്ല. ഇപ്പോൾ ഒരുപാട് പേര് ഷെയർ ചെയ്യും, പക്ഷേ അതല്ലല്ലോ ശ്രദ്ധ പിടിച്ച് പറ്റുന്നത് അല്ലേ. ഒരു ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയിട്ടുള്ള അവരുടെ പേര് മറിയം ഷിയൂന എന്നാണ്. ഈ മറിയം ഷിയൂനയ്ക്കാണ് ആദ്യമായിട്ട് ചൊറിച്ചിൽ തുടങ്ങുന്നത്. നരേന്ദ്രമോദിയെ പച്ചയ്ക്ക് അവഹേളിച്ചുകൊണ്ട് ഇവർ ട്വിറ്ററിൽ അതായത് എക്സിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്. എന്താണെന്ന് ഞാൻ വായിക്കുന്നില്ല, ഇവിടെ സ്ക്രീൻഷോട്ട് കാണിക്കാം, വായിച്ചെടുത്തു. എന്തായാലും ഞാനത് വായിച്ച് മലയാളത്തിൽ പറഞ്ഞ് വീണ്ടും അത് ഇതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പോസ്റ്റിട്ട മറിയം ഷിയൂനയ്ക്ക് ഒരു താങ്ങ് കൊടുത്തുകൊണ്ട്, ഒരു മൂട് താങ്ങിക്കൊണ്ട് വേറൊരു ഡെപ്യൂട്ടി മിനിസ്റ്റർ, ഇവരെല്ലാം ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സാണ്, യൂത്ത് വെൽഫെയർ അഫയേഴ്സിലോ മറ്റൊക്കെയാണ്, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. എന്തായാലും while I wish success for Indian tourism, targeting the Maldives so explicitly isn't diplomatic. India faces significant challenges competing in beach tourism, considering our resort infrastructure exceeds their total islands. Plus, is this your culture? നരേന്ദ്രമോദിയെ മെൻഷൻ ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൾച്ചറാണോ എന്ന്. നരേന്ദ്രമോദി എന്താ ചെയ്തത്? നരേന്ദ്രമോദി അവിടെ പോയിട്ട് ലക്ഷദ്വീപിലെ ബീച്ചുകൾ അടിപൊളിയാണ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷന് പറ്റിയൊരു സ്ഥലമാണ്, എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു. അതായത് ബീച്ചുകളെ പ്രൊമോട്ട് ചെയ്യുന്നൊരു പോസ്റ്റ്, ഇത് മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മറിയം ഷീനയാണ് ആദ്യം തുടക്കം കുറിച്ചത്. ആ ഒരു സ്ത്രീക്ക് മൂട് താങ്ങി കൊടുത്തുകൊണ്ട് അബ്ദുള്ള മഖ്സൂം മജീദ് എന്ന് പറയുന്ന മറ്റൊരു ഡെപ്യൂട്ടി മിനിസ്റ്ററാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതായത് രണ്ടുപേരെ മനസ്സിലായല്ലോ, ഇനി മൂന്നാമതൊരാളെ കൂടെ സസ്പെൻഡ് ചെയ്തു, അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതും മറ്റൊരു സ്ത്രീയാണ്. അവർക്കെന്ന് പറയുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ചൊറിച്ചിലൊന്നുമല്ല, വർഷങ്ങളായിട്ട് നരേന്ദ്രമോദിയും ഇന്ത്യക്കാരെയും പുച്ഛിച്ചുകൊണ്ടുള്ള, ഇവിടുത്തെ സംസ്കാരത്തെയും ഇവിടുത്തെ ആൾക്കാരെയും പുച്ഛിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നത് ആ ഒരു സ്ത്രീക്ക് പതിവാണ്. അവരുടെ പേര് മൽഷ ഷെരീഫ്, ഇവരും ഡെപ്യൂട്ടി മിനിസ്റ്ററാണ് യൂത്ത് എംപവർമെന്റ് വിഭാഗത്തിലൊക്കെ. അതായത് ഈ രണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് പല കാലങ്ങളിലായിട്ട് നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടും ഒക്കെ പോസ്റ്റ് ഇടുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ മജീദിന്റെ കാര്യം പറയുവാണെങ്കിൽ അയാൾ ഈ വിഷയത്തിൽ മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഈ നരേന്ദ്രമോദിയെ പച്ചയ്ക്ക് അവഹേളിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയിട്ടുള്ള രണ്ട് സ്ത്രീകളുണ്ടല്ലോ, മറ്റേ വ്യക്തി എന്ന് പറയുന്നത് പച്ചയ്ക്ക് അവഹേളിച്ചിട്ടില്ല, ഈസ് ദിസ് യുവർ കൾച്ചർ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ മെൻഷൻ ചെയ്തിട്ടുള്ള മാത്രമാണല്ലേ. പക്ഷേ ഇവരെന്ന് പറയുന്നത് വളരെ തരം താഴ്ത്തി കിട്ടുന്ന രീതിയിൽ, അവഹേളിക്കുന്ന രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് സ്ത്രീകൾ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ആണല്ലോ യൂത്ത് എംപവർമെന്റിൽ അല്ലേ, അതായത് യുവജന കാര്യക്ഷേമത്തിലൊക്കെ. ഇവർ അവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡാറ്റ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരു ഒന്നും കിട്ടില്ല. കാരണം ഇവർ വെറുതെ ഇവരുടെ ജോലി എന്താണ്, ട്വിറ്ററിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്ത് വിടുക, എന്നിട്ട് മാസം 35,000-40,000 രൂപ കൈപ്പറ്റുക. അതായത് യുവജന കമ്മീഷൻ അല്ലെങ്കിൽ യുവജനക്ഷേമത്തിനാണല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കേരളത്തിലെ യുവജന കമ്മീഷൻ അധ്യക്ഷയായിട്ട് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ചിന്താ ജെറോം. എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഒന്നും ചെയ്തിട്ടില്ല യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ സർക്കാരിൽ നിന്ന് കൃത്യമായിട്ട് പൈസയൊക്കെ കൈപ്പറ്റുന്നുണ്ടായിരുന്നു, കൃത്യമായിട്ട് എഴുതി കൂടുതൽ ഗ്രാൻഡ് എഴുതിയെടുത്തു. അതിനുശേഷം ചെയ്യുന്ന എന്താണ്, ചാനൽ ചർച്ചകളിലും പ്രസംഗങ്ങളിലും പോയിട്ട് എഴുതി തയ്യാറാക്കിയിട്ടുള്ള വിടുവായുത്വം വെഡിത്തരവും പറയുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സെയിം ടൈപ്പ് ഓഫ് രണ്ട് സ്ത്രീകളാണ് ഇവർ. ഇവരെ കൊണ്ട് ആ ഒരു രാജ്യത്തിന് ഇന്നേ വരെ ഒരൊറ്റ പ്രയോജനം ഉണ്ടായിട്ടില്ല. അവിടുത്തെ യുവജനങ്ങൾക്ക്, അതായത് യുവജന കാര്യക്ഷേമത്തിനാണല്ലോ വർക്ക് ചെയ്യുന്നത്, യുവജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള മികവും ഇവരെ കൊണ്ടുണ്ടായിട്ടില്ല. ഇനി മറ്റേ മജീദിന്റെ കാര്യം പറയുവാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഞാൻ പിന്നെ എടുത്തു പറയാത്തത് ഡയറക്റ്റ് അവഹേളിച്ച് സ്ത്രീകൾ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവരെന്നൊക്കെ പറഞ്ഞാൽ ടോട്ടലി വേസ്റ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു മൂന്നാൾക്കാരാണ് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ജനങ്ങളെയും നമ്മുടെ സംസ്കാരങ്ങളെയൊക്കെ താറടിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ 17-ാം തീയതിയാണ് മാൽഡീവ്സിന്റെ പുതിയ പ്രസിഡന്റായിട്ട് മുഹമ്മദ് മൊയ്സു അധികാരമേറ്റിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇത്രയും കാലം മാൽഡീവ്സ് എന്ന് പറയുന്ന രാജ്യം 1965 സ്ഥാപിതമാകുന്നത്. അതിനുശേഷം ഇന്ത്യ ആയിട്ട് അത്രത്തോളം ബന്ധമാണ് പുലർത്തി വരുന്നത്. ഇന്ത്യ ഒരുപാട് മേഖലകളിലാണ് മാൽഡീവ്സിനെ സഹായിച്ചിട്ടുള്ളത്. നിങ്ങൾ ചരിത്രാതീത കാലം മുതലുള്ള രേഖകൾ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ച് നോക്ക്. ഈവൻ അവിടെ ഒരു കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റിന് തീപിടിച്ചു. ഇതെന്ന് പറയുന്നത് ചെറിയ ദ്വീപുകളല്ലേ, മൊത്തം ചുറ്റും ഉപ്പുവെള്ളമല്ലേ. അപ്പോൾ ശുദ്ധീകരണ പ്ലാന്റ് വർക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ കുടിവെള്ളം മുട്ടും. 1200 ടണ്ണോളം വരുന്ന വെള്ളമായിരുന്നു നമ്മുടെ ഇന്ത്യ അങ്ങോട്ട് ഉടനടി തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ 2023 പോലും ഇന്ത്യയുടെ സഹായത്തോടു കൂടിയിട്ടാണ് മാൽഡീവ്സിൽ ഒരു നേവൽ ഫെസിലിറ്റി, ഒരു നാവിക ഒരു ഫെസിലിറ്റി, അതായത് അവിടുത്തെ കടൽ മാർഗമുള്ള സെക്യൂരിറ്റിയൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം സെറ്റപ്പ് ആക്കുന്നത്. അതിനെ സഹായിച്ചത് ഇന്ത്യയാണ്. മാത്രമല്ല 2018 അവിടുത്തെ ഈ ചൈനയായിട്ടുള്ള കടക്കണി ഉണ്ടായിരുന്നു. മാൽഡീവ്സിന് ചൈനയോട് വലിയൊരു കടക്കണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ കൊടുത്തിട്ടുള്ള എത്രയാണെന്നറിയാവോ, എത്ര രൂപയെന്നറിയാവോ? $1.4 ബില്യൺ. $1 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 8,600 കോടി ഇന്ത്യൻ റുപ്പിയാണ്.
ഇത് $1.4 ബില്യൺ ആണ്. അത് ആരുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനായിരുന്നു? ചൈനയുമായിട്ട് മാൽഡീവ്സിനുള്ള പ്രശ്നം പരിഹരിക്കാനായിരുന്നല്ലേ? ചൈന എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞത്. ഇനി എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് 2023 തന്നെയായിരുന്നു 7700 വരുന്ന ബുക്കുകൾ മാൽഡീവ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2 സീ ആംബുലൻസുകൾ കൊടുത്തു. കടലിൽ കൂടെ സഞ്ചരിക്കുന്ന 2 അത്യാധുനിക ഫെസിലിറ്റീസ് ഉള്ള 2 ആംബുലൻസുകൾ ഇന്ത്യ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 നേവൽ അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യ മാൽഡീവ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, നിങ്ങൾ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ മാൽഡീവ്സിന് ചെയ്തു കൊടുത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് തോന്നും ഇത്ര നന്ദി കെട്ടവരാണോ മാൽഡീവ്സ് എന്നല്ല. അങ്ങനെയല്ല. എല്ലാ രാജ്യത്തും അല്ലെങ്കിൽ എല്ലാ മന്ത്രിസഭയിലും ചില മോശപ്പെട്ട ആൾക്കാരൊക്കെ കാണത്തില്ലേ, അവർ മാത്രമാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്. അല്ലാതെ മാൽഡീവ്സ് ജനതയെ നമ്മൾ മൊത്തത്തിൽ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം അത് പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് തന്നെ ഇടപെട്ട് 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പ്രസ്താവന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൽഡീവ്സിന്റെ ഇന്റർനാഷണൽ റിലേഷൻസിനെ, അതായത് രാജ്യാന്തര ബന്ധങ്ങളെ ഉലയ്ക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും വച്ചു പൊറപ്പിക്കുന്നതുമല്ല, അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴുള്ള ഗവൺമെന്റ് മുഹമ്മദ് മുയ്സുവിൻ്റെയാണ്. അത് വലിയ കാര്യമാക്കേണ്ട, കാരണം അയാൾ ചൈനയുടെ പാവയാണ്. പക്ഷേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റുമാരുണ്ടല്ലോ, കൃത്യമായിട്ട് ഈ ഒരു മന്ത്രിമാരുടെ പ്രസ്താവനകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് സപ്പോർട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നിലവിലെ മന്ത്രിസഭയിലുള്ളവരും മറ്റ് പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻസ്, രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ ഈ 3 മന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ അവരുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ പുറത്ത് പറഞ്ഞതാണെന്നും ആ ഒരു അഭിപ്രായങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു വിവരക്കേടിന്, വിവരദോഷത്തിന് മാൽഡീവ്സ് എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, ആ ഒരു അഭിപ്രായം അല്ല അവർ സൂചിപ്പിക്കുന്നത്. അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല, വളരെ മോശമാണ്, മ്ലേച്ഛകരം എന്ന് തന്നെയാണ് മുമ്പുണ്ടായിരുന്ന എക്സ് പ്രസിഡന്റുമാരും നിലവിലെ പല മന്ത്രിസഭാംഗങ്ങളും അവിടുത്തെ പല പൊളിറ്റീഷ്യൻസും രാഷ്ട്രീയക്കാരും സോഷ്യൽ വർക്കേഴ്സും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുന്നത്. പല ജനങ്ങളും ഈ സ്റ്റാൻഡ് തന്നെയാണ് എടുക്കുന്നത്. കാരണം ഒരുപാട് അപകടം പിടിച്ച സാഹചര്യങ്ങളിൽ, ഒരുപാട് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ആ രാജ്യത്തെ സഹായിച്ച രാജ്യമാണ് ഇന്ത്യ. കിങ് ഓഫ് ഇന്ത്യൻ ഓഷൻ നമ്മൾ തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അവരുമായിട്ടുള്ള ബന്ധം നമുക്ക് ഈ ഒരു രോമം പറിച്ചുകളയാൻ തുല്യമാണ്. പക്ഷേ നമ്മളുമായിട്ടുള്ള ബന്ധം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം മാൽഡീവ്സ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻകം സോഴ്സ്, വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ടൂറിസം ആണല്ലോ. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലേ. അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം നമ്മളാണ്. ഏകദേശം വർഷം 2.5 ലക്ഷത്തോളം ആവറേജ് ബേസിസിൽ ഇന്ത്യക്കാരങ്ങോട്ട് പോകാറുണ്ട്. അപ്പോൾ ടോപ്പ് 3 രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാറിയും പറഞ്ഞ് നമ്മൾ വരാറുണ്ട്. ചിലപ്പോൾ 1ാം സ്ഥാനത്ത് എത്താറുണ്ട്, 2ാം സ്ഥാനത്ത് വരാറുണ്ട്. ഇന്ത്യയും ചൈനയും എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യ, ചൈന, റഷ്യ എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മാൽഡീവ്സിലേക്ക് പോകുന്നത്. മാത്രമല്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബോയ്ക്കോട്ട് മാൽഡീവ്സ് എന്ന് പറയുന്ന ഒരു #X എക്സിൽ, അതായത് ട്വിറ്ററിൽ ട്രെൻഡ് ആകുകയും 8500ഓളം വരുന്ന ഹോട്ടൽ ബുക്കിങ്ങുകളും 2500ഓളം വരുന്ന ഫ്ലൈറ്റുകളും ആൾക്കാർ ക്യാൻസൽ ചെയ്യുകയാണ്. ഈസ്മേ ട്രിപ്പ് എന്ന് പറയുന്ന ഫ്ലൈറ്റ് ബുക്കിംഗ് കമ്പനി, ഇന്ത്യയിലെ ടോപ്പ് ബുക്കിംഗ് കമ്പനികളിലൊന്നാണ്. മാൽഡീവ്സിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്കിംഗ് അവരുടെ സെർവറിൽ നിന്ന് എടുത്ത് മാറ്റിയാണ്. അതായത് അവരുടെ സെർവറിൽ കൂടെ ഇനി മാൽഡീവ്സിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാക്കിയാണ് അവർ പറയുന്നത്. മറ്റ് ട്രാവൽ പാർട്ട്നേഴ്സും, അതായത് മേക്ക് മൈ ട്രിപ്പ്, പേടിഎം, കുറേ ബുക്കിംഗ് അലൗ ചെയ്യുന്ന സംഭവങ്ങളുണ്ടല്ലോ, അവരെല്ലാം ഇതേ പാത പിന്തുടരണം എന്നുള്ളതാണ്. അപ്പോൾ ബോയ്ക്കോട്ട് മാൽഡീവ്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനോട് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രിറ്റികൾ പരസ്യമായിട്ട് മാൽഡീവ്സിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഇപ്പോൾ ജോൺ അബ്രഹാം, സച്ചിൻ ടെണ്ടുൽക്കർ, സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ, വീരേന്ദർ സേവാഗ്, അമിതാഭ് ബച്ചൻ, കങ്കണ റണാവത്ത്, ശിഖർ ധവാൻ, അങ്ങനെ ഒരുപാട്, അത് പറഞ്ഞാൽ തീരില്ല കേട്ടോ. മാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റീസ്. ഇപ്പോൾ ശ്രീമതി PV സിന്ധു ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ്. PV സിന്ധു അടക്കം പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ലക്ഷദ്വീപിൽ പോയിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ ലക്ഷദ്വീപിലേക്ക് പോകുന്നതായിരിക്കും. ഇതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസ് ഈ ഒരു വിഷയത്തിനെതിരെ പരസ്യമായിട്ട് പ്രതികരിക്കുകയും അതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം ഞാൻ പോവും എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ കൂടെ അവർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയാണ്. അതായത് സെലിബ്രിറ്റീസ്, ഇപ്പോൾ PV സിന്ധു എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ലേഡിയാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെയല്ലേ. അപ്പോൾ അവരെ പോലുള്ള വ്യക്തികളൊക്കെ ലക്ഷദ്വീപിലേക്ക് പോകുക എന്ന് പറയുമ്പോഴേക്കും ലക്ഷദ്വീപ് ടൂറിസത്തിന് കൊടുക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മാർക്കറ്റിങ്ങിലൂടെ, അഡ്വർടൈസ്മെന്റിലൂടെയൊക്കെ കൊടുക്കാവുന്നതിനേക്കാളൊക്കെ 10,000 ഇരട്ടിയോളമാണ്. അൾട്ടിമേറ്റ്ലി ഈ ഒരു വിഷയം കൊണ്ട് നമുക്കൊരു നഷ്ടമില്ല. പക്ഷെ നമുക്കുണ്ടായിട്ടുള്ളത് ഒരു 10,000 ഇരട്ടി ബെനിഫിറ്റ് മാത്രമാണ് ലക്ഷദ്വീപ് ടൂറിസത്തിനെ സംബന്ധിച്ച്. നമ്മുടെ നാട്ടിലെ ലക്ഷദ്വീപ് മാത്രമല്ല, ഈ ബീച്ച് ടൂറിസത്തിനെ സംബന്ധിച്ച് വളരെ വലിയൊരു ബൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു വിഷയത്തിലൂടെ. വേറൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ് എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞു കേരളത്തെക്കാളും 10-1 പോലും
സ്ഥലം ഏരിയ അവിടെ ഇല്ല. മാത്രമല്ല ഈ 1200ഓളം വരുന്ന ദ്വീപുകളുണ്ടല്ലോ, ഈ ദ്വീപുകളുടെ പരമാവധി ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 1.8 മീറ്റർ മാത്രമാണ്. അതായത് ആഗോള താപനം മൂലം, ഗ്ലോബൽ വാർമിംഗ് മൂലം കടലിലെ വെള്ളം ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യമില്ല, ഈ രാജ്യം അപ്പാടെ മുങ്ങിപ്പോവും. ആകപ്പാടെ 1.8 മീറ്റർ മാത്രമാണ് ഏറ്റവും ഉയരം. ഈ 1200 ദ്വീപുകളുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഏറ്റവും ഉയരമുള്ള ദ്വീപിന് പോലും 1.8 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ശക്തമായിട്ടുള്ള ഒരു വേലിയേറ്റം വന്നു കഴിഞ്ഞാൽ രാജ്യം അപ്പാടെ നശിക്കുന്ന ഒരു അവസ്ഥയിലുള്ള രാജ്യമാണത്. അവരാണ് ഇത്രത്തോളം അഹങ്കരിക്കുന്നത്. മാത്രമല്ല ഏതെങ്കിലുമൊക്കെ ദ്വീപുകൾ മുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സഹായമായിട്ട് ചെല്ലുന്നത് നമ്മൾ തന്നെയായിരിക്കും, ഇന്ത്യ തന്നെയായിരിക്കും. ഇന്ത്യ അങ്ങനെ ആരോടും ദേഷ്യമൊന്നും വച്ച് പുലർത്തേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് അവരുടെ ഒരു രോമം പറിച്ചെടുക്കുന്നത് അത്രയും പോലും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറുമ്പ് കടിക്കുന്നത് അതുപോലും ഇല്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത്രത്തോളം അഹങ്കരിക്കുകയെന്ന് വേണ്ടി മാൽഡീവ്സ് ശക്തമായിട്ടുള്ള ഒരു വേലിയേറ്റം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, കടലിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ, ഗ്ലോബൽ വാർമിംഗ് ആഗോള താപനം മൂലം ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ രാജ്യം അപ്പാടെ. അതുകൂടി അവർ ഓർത്താൽ നന്ന്. ഇനി നിലവിൽ അധികാരമേറ്റ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് മൊയ്സുവിനെ കൂടെ പറ്റി പറയേണ്ടതുണ്ട്. മാൽഡീവ്സിൽ ഒരു പ്രസിഡന്റ് അധികാരമേറ്റ് കഴിഞ്ഞാൽ അവർ ആദ്യം വരുന്നത് ഇന്ത്യയിലേക്കായിരിക്കും. അങ്ങനെ ഒരു കീഴ്വഴക്കമുള്ളതാണ്. കാരണം ഇന്ത്യയായിട്ട് അത്രത്തോളം ബന്ധമാണ് വച്ച് പുലർത്തുന്നത് അല്ലേ. മാത്രമല്ല കുറച്ച് നാൾക്ക് മുമ്പ് ചൈനയുമായിട്ടായിരുന്നു അവർക്ക് ഏറ്റവും കടം. ഞാൻ ചൈന എന്ന് പറഞ്ഞൊരു സംഭവം എടുത്തു പറഞ്ഞ ഓർമ്മയുണ്ടോ? ചൈനയുമായിട്ട് വലിയ കടക്കണിയിൽപ്പെട്ട ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ അകപ്പെടുമ്പോഴേക്കും സഹായിച്ചത് ഇന്ത്യയാണ്. $1.4 ബില്യൺ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷേ ഈ അധികാരമേറ്റിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് മൊയ്സുവിലെ ചൈനയുടെ ഒരു പാവയാണ്. ചൈനയുടെ വെറും പപ്പറ്റ് മാത്രമാണ് ആ ഒരു വ്യക്തി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് ആദ്യം വരിക എന്നുള്ള കീഴ്വഴക്കം തെറ്റിച്ചിട്ട് അദ്ദേഹം ആദ്യം പോയത് തുർക്കിയിലേക്കാണ്. പിന്നീട് കാലാവസ്ഥ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് UAE പോയി. പിന്നീട് ഇപ്പോൾ ചൈന സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു പ്രസിഡന്റ് പോകുന്നത്. ഈ മുഹമ്മദ് മൊയ്സു പേര് കേട്ടിട്ടുള്ളത് തന്നെ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അദ്ദേഹമാണ് ഇപ്പോൾ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നത് എന്ന് കൂടി ആലോചിച്ച് നോക്കുക. പക്ഷേ ഇതിനു മുമ്പുള്ള പ്രസിഡന്റുകളൊക്കെ വളരെ ഡീസൻ്റ് ആയിരുന്നു, ഇന്ത്യയായിട്ട് വളരെ മികച്ച ബന്ധം പുലർത്തുന്നവരായിരുന്നു. അവർ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സിന്റെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ലക്ഷദ്വീപ് ടൂറിസത്തെ പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകാനായിട്ട് വലിയ പാടാണല്ലേ. നിങ്ങൾ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ അനുമതി എടുക്കണം, കപ്പൽ ബുക്ക് ചെയ്യണം, കപ്പലിൽ എത്രയോ 2 ദിവസമോ മറ്റോ കഴിയണം, അവിടെ എയർപോർട്ടുകളില്ല അല്ലേ. മറ്റ് രാജ്യക്കാർക്ക് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തു നിന്നൊക്കെ വരാനൊക്കെ വലിയ പാടാണ്. പക്ഷേ അതെല്ലാം അടിമുടി മാറാൻ പോവുകയാണ്. ലക്ഷദ്വീപ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇന്ത്യ സ്വതന്ത്രമായിട്ട് 75 വർഷങ്ങൾ കഴിഞ്ഞല്ലേ. നമ്മൾ നമ്മുടെ ടൗണിലേക്ക് ഇറങ്ങുവാണെങ്കിൽ മുക്കിലും മൂലയിലും പെട്രോൾ പമ്പുകൾ കാണാം അല്ലേ. പക്ഷേ ലക്ഷദ്വീപിൽ ആദ്യമായിട്ടൊരു പെട്രോൾ പമ്പ് വരുന്നത് ഏത് വർഷമാണെന്നറിയാമോ? 2022 മാർച്ച് മാസത്തിലാണ് ആദ്യമായിട്ട് അവിടെ ഒരു പെട്രോൾ പമ്പ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ദ്വീപ് ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ ഉണ്ടായിട്ട് ഇത്തരം വർഷങ്ങളായിട്ട് മാറി മാറി ഭരിച്ച ഗവൺമെന്റുകൾ, സെൻട്രൽ ഗവൺമെന്റുകൾ, കാരണം കേന്ദ്രഭരണ പ്രദേശമാണ്, അവരുടെ ഡയറക്റ്റ് കൺട്രോളിലാണ് സ്ഥലങ്ങളുള്ളത് അല്ലേ. ഇന്നേ വരെ ഇതിൻ്റെ സാധ്യതകളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ മാറി മറിയാൻ പോവുകയാണ്. എന്തിനായിരുന്നു കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി അവിടെ പോയിട്ടുണ്ടായിരുന്നത്? അതായത് അദ്ദേഹം അവിടെ ചെന്ന ശേഷമാണല്ലോ സ്നോർക്കിൾ ചെയ്യുന്നതും അവിടെ ബീച്ചിൽ കൂടെ നടക്കുന്ന ബീച്ച് ഭംഗിയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അദ്ദേഹം പോയത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1150 കോടി രൂപയുടെ പദ്ധതികൾക്ക് തറക്കല്ലിടാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല നേരത്തെ അദ്ദേഹം വാഗ്ദാനം ചെയ്ത, ലക്ഷദ്വീപ് സമൂഹത്തിന് വാഗ്ദാനം ചെയ്ത ഏറ്റവും മികച്ച പദ്ധതികളുടെ പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിനും കൂടെ വേണ്ടിയിട്ടായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത്. ഇതോടൊപ്പം തന്നെ കേന്ദ്ര ടൂറിസ്റ്റ് മന്ത്രിയായിട്ടുള്ള ശ്രീ ജി കിഷൻ റെഡ്ഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ലക്ഷദ്വീപിൻ ടൂറിസത്തിന് ഗതി അപ്പാടെ മാറാൻ പോവുകയാണ്. അവിടെ ഒരു എയർപോർട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. അതിന് കുറച്ച് ടൈം എടുക്കും, തീർച്ചയായിട്ടും ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഒരു ചെറിയൊരു എയർപോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് അനായാസം ഈ ലക്ഷദ്വീപിലേക്ക് എത്തിച്ചേരാൻ പറ്റും, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ അത് വലിയൊരു സാധ്യതയായിരിക്കും ലക്ഷദ്വീപ് ടൂറിസത്തിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നതല്ലേ. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ലക്ഷദ്വീപ് നിവാസികൾക്ക് സമർപ്പിച്ച വലിയ പദ്ധതികൾ എന്താ നോക്കുവാണെങ്കിൽ തറക്കല്ലിടുന്നതല്ല, 1150 കോടി രൂപയുടെ പദ്ധതികൾ തറക്കല്ലിട്ടു, അത് നടപ്പിലാക്കാൻ പോവുകയാണ്. പക്ഷേ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത പദ്ധതികൾ എന്താ നോക്കുവാണെങ്കിൽ ഒന്നാമത്തത് ഇനാഗുറേറ്റ്സ് കൊച്ചി ലക്ഷദ്വീപ് ഐലാൻഡ് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ. അതായത് കൊച്ചിയെയും ലക്ഷദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടലിൻ്റെ അടിയിൽ കൂടെയുള്ള ഹൈ സ്പീഡ് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തു. അതായത് നിലവിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ലക്ഷദ്വീപിലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വലിയ പ്രശ്നം അവർ പറയുന്നത് ഇൻ്റർനെറ്റ് സ്പീഡ് കുറവാണ്, ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലേ. പക്ഷേ അവിടുത്തെ ഇൻ്റർനെറ്റിൻ്റെ വേഗത 100 ഇരട്ടിയായിട്ട് മാറാൻ പോവുകയാണ്. കാരണം ഒപ്റ്റിക്കൽ ഫൈബറാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം വേഗതയിലായിരിക്കും ഡാറ്റ ട്രാൻസ്ഫർ ലക്ഷദ്വീപ് നിവാസികൾ കൈവരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ലോ ടെമ്പറേച്ചർ തെർമൽ ഡിസ്റ്റിലേഷൻ പ്ലാന്റ് അറ്റ് കടമാറ്റ് ഐലൻഡ്. അതായത്
ഈ ഒരു ദ്വീപ് സമൂഹമായതുകൊണ്ട് തന്നെ ചുറ്റും കടൽ വെള്ളമാണ്, എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നമില്ല, ശുദ്ധജലം കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റിലേഷൻ പ്ലാന്റ് കടമാറ്റ് ഐലൻഡിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഡെഡിക്കേറ്റ്സ് ഫങ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻസ് ഇൻ ഓൾ ഹൗസ് ഹോൾഡ്സ് ഓഫ് അഗത്തി ആൻഡ് മിനിക്കോയ് ഐലൻഡ്. അതായത് അഗത്തിയിലെ മിനിക്കോയ് ഐലൻഡിലെ എല്ലാ വീടുകളിലേക്കും ശുദ്ധജലം എത്തിക്കുന്ന പൈപ്പ് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അതായത് എപ്പോഴും അവർ ഫേസ് ചെയ്യുന്ന, ലക്ഷദ്വീപ് നിവാസികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരുന്നു ശുദ്ധജലം കിട്ടാത്തത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസ്റ്റിലേഷൻ പ്ലാന്റുകൾ തുറന്നു. അതുപോലെ തന്നെ മിനിക്കോയിലെയും അഗത്തിയിലെയും എല്ലാ വീടുകളിലേക്കും പൈപ്പ് കണക്ഷൻ കൊടുക്കുകയാണ്. ഈ പറഞ്ഞ കാര്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകത്തില്ല, കാരണം നമ്മളെ സംബന്ധിച്ചത് വലിയൊരു കാര്യമല്ല. നമ്മൾ ഇത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ശുദ്ധജലം കിട്ടും, നമ്മൾ പൈപ്പ് ഓണാക്കുമ്പോൾ വെള്ളം വരുന്നു, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ലല്ലോ. പക്ഷേ ഒരു ദ്വീപ് ജീവിക്കുന്നവരെ സംബന്ധിച്ച് ശുദ്ധജലത്തിൻ്റെ വില അത് അവരോട് തന്നെ ചോദിച്ചറിയണം. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കവർത്തിയിൽ ഒരു സോളാർ പവർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. അതുപോലെ ബേട്ടി ബജാവോ പദ്ധതി പ്രകാരം പെൺകുട്ടികൾക്ക് സൈക്കിൾ വിതരണം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ കർഷകർക്ക് PM കിസാൻ കാർഡ് പ്രൊവൈഡ് ചെയ്തു. അതുപോലെ മറ്റ് ജനങ്ങൾക്ക് ആയുഷ്മാൻ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് പ്രൊവൈഡ് ചെയ്തു അല്ലേ. ആ കാർഡുള്ള വ്യക്തിക്ക് 5 ലക്ഷം രൂപയുടെ ചികിത്സാ ഇൻഷുറൻസ് ആണ് കിട്ടുന്നത്. അതുപോലെ പ്രൈമറി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വിദ്യാഭ്യാസം അല്ലേ. വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു നേട്ടമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആൻഡ്രോട്ട് ഐലൻഡിൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്ഥാപിതമാകാൻ പോവുകയാണ്. അതുപോലെ മിനിക്കോയ് ഐലൻഡിൽ ഒരു പോളിടെക്നിക് കോളേജ് സ്ഥാപിതമാകാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പദ്ധതികൾ ഉണ്ട് കേട്ടോ. പിന്നെ ലക്ഷദ്വീപ് നിവാസികൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് ഹജ്ജിന് പോകാനുള്ള പേപ്പേഴ്സ് ഒക്കെ പെട്ടെന്ന് റെഡിയാക്കി കിട്ടാൻ പാടാണ്. കാരണം അവർക്ക് കൊച്ചിയിൽ വരേണ്ടതുണ്ട്, അങ്ങോട്ട് വീണ്ടും പോകേണ്ടതൊക്കെ അവരെ സംബന്ധിച്ച് വലിയ പാടാണല്ലേ. അപ്പോൾ അത് അനായാസമായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പദ്ധതിയും കൂടെ ഈ കേന്ദ്ര സർക്കാർ ഓഫർ ചെയ്യുകയാണ്. അതോടൊപ്പം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു സാധ്യതകളാണ്. അതായത് ലക്ഷദ്വീപ് നിവാസികളുടെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ, വരുമാന സ്രോതസ് എന്ന് പറയുന്നത് മീൻപിടുത്തമാണ് അല്ലേ. അപ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റി ലോക്കൽ മീനാണ് അവിടെയുള്ളത്. അത്രത്തോളം നല്ല മീനുകളാണ് ലക്ഷദ്വീപിൽ കിട്ടുന്നത്. ഈ മീനുകളുടെ എക്സ്പോർട്ട് സാധ്യതയെ പറ്റിയിട്ട് കൂടെ നരേന്ദ്രമോദി പറയുകയാണ്. അങ്ങനത്തെ ഒരു സാധ്യതയുണ്ട്, അതിലേക്കും തീർച്ചയായിട്ടും പരിശോധിക്കുമെന്ന്. അത് അവർ ചോദിച്ചിട്ടല്ല, അദ്ദേഹം തന്നെ അങ്ങോട്ട് എടുത്ത് പറയുകയാണ്. അതുപോലെ തന്നെ ലക്ഷദ്വീപിന്റെ ടൂറിസം സാധ്യതകളെ പറ്റിയിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല G20 ഉച്ചകോടി ഡൽഹിയിൽ വെച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നതല്ലേ. അതിൽ ലക്ഷദ്വീപിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് ലോക നേതാക്കൾക്ക് മുമ്പിൽ കൊണ്ടുവരാനായിട്ട് കേന്ദ്ര സർക്കാരിന് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞ എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിന്റെ മുഖം മാറാൻ പോവുകയാണ്. ലക്ഷദ്വീപിന്റെ മുഖം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവിടുത്തെ കാര്യങ്ങൾ വളരെ തകൃതിയായിട്ട് അടിപൊളിയായിട്ട് ടൂറിസം മേഖലയിലും മറ്റ് വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ജനങ്ങൾ അറിയാൻ ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ ആൾക്കാർ വരാൻ ബുദ്ധിമുട്ടും അല്ലേ. അപ്പോഴാണ് മാൽഡീവ്സ് നമുക്കൊരു 10,000 ഇരട്ടി മൈലേജ്, ഒരു 10,000 ഇരട്ടി മൈലേജാണ് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാൽഡീവ്സിനോടൊരു നന്ദിയാണുള്ളത്. നമ്മുടെ രോമത്തെ അവർക്ക് തൊടാൻ പറ്റുമോ? ഇല്ല, മറിച്ച് അവർ തന്നെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നാണം കെട്ടൊരവസ്ഥയാണ്. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പോലും ഇന്ത്യക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, സപ്പോർട്ട് എന്ന് പറയുന്നത് ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതൊക്കെ രാജ്യാന്തര ശ്രദ്ധകളാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഓഫ് കോഴ്സ് ഒരു ഇന്റർനാഷണൽ പ്രശ്നമായതുകൊണ്ട് തന്നെ വിദേശ മാധ്യമങ്ങളടക്കം ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. അതൊക്കെ അൾട്ടിമേറ്റ്ലി ആർക്കാണ് ബൂസ്റ്റ് ഉണ്ടാകുന്നത്? ഇന്ത്യക്കും അതോടൊപ്പം ലക്ഷദ്വീപിനും മറ്റ് ഇവിടുത്തെ ഐലൻഡ് ടൂറിസത്തിനും ബീച്ച് ടൂറിസത്തിനും ഒക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ രാജ്യം വളരണം. അത് തന്നെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ടൂറിസവും കാര്യങ്ങളും എല്ലാം വളരണം, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആൾക്കാർ മാൽഡീവ്സിലേക്ക് പോകുന്ന പകരം ലക്ഷദ്വീപിലേക്ക് പോട്ടെ. അപ്പോൾ 1 ലക്ഷം കൊടുക്കണമെങ്കിൽ അവിടെ ഇപ്പോൾ നിലവിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ പോയപ്പോഴേക്കും താമസിക്കാനായിട്ട് വളരെ തുച്ഛമായിട്ടുള്ള ഒന്നേ ഉള്ളൂ. ഇവിടെ ഒരു റിസോർട്ടോ കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അത്രയൊന്നും വരത്തില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോലും ഒരു ആവറേജ് റേറ്റേ ഉള്ളൂ അല്ലേ. അപ്പോൾ അത്രയൊക്കെ തന്നെയല്ലേ ഏറ്റവും കൂടുതൽ പോലും വരത്തുള്ളൂ. പോട്ടെ, നമ്മൾ കൊടുത്തു കഴിഞ്ഞ പൈസ എങ്ങോട്ടാ പോകും? നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് തന്നെയാണ്, മറ്റേത് വേറെ ഒരു രാജ്യത്തേക്കാണ് പൈസ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ നാട്ടിലെ കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക, ആത്മനിർഭർ ഭാരത് അല്ലേ. അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപ് വളരെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറട്ടെ, വലിയൊരു ഐലൻഡ് ടൂറിസത്തിൻ്റെ സ്പോട്ടായിട്ട് ലക്ഷദ്വീപ് മാറട്ടെ എന്ന് ഏറ്റവും വലിയ ഒരു ആശംസ നേരുകയാണ്. അതോടൊപ്പം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ മികച്ചതായിട്ട് നടക്കട്ടെ എന്നും ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ. അൾട്ടിമേറ്റ്ലി ആർക്കാണ് ബൂസ്റ്റ് കിട്ടിയത്? മൈലേജ് നമുക്കാണ്. കിങ് ഓഫ് ഇന്ത്യൻ ഓഷൻ അത് ഇന്ത്യ തന്നെയാണ്, മാൽഡീവ്സ് അല്ല. ഓർത്തുകൊള്ളുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മേഷൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.